ഇന്നോവ കാർ കാണിച്ചു കൊടുക്കല്ലേ? അതെ, ഇന്നോവ വരുന്നത് 2013 മോഡലാണ്. 1,00,000 1,50,000 കേരള വണ്ടിയാണ്. 1,50,000 കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ്. ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഫാൻസി നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ 4 പുത്തൻ ടയേഴ്സ് ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സസ്പെൻഷൻ ആണ്. ടീന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. ടീനിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രൂപ ചിലവാക്കിയിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി, അതെ, കസ്റ്റമൈസ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് ആണ്. ബക്കറ്റ് സീറ്റ് ആണ്. അതെ, യാത്രക്ക് അത്രയും പ്രയോറിറ്റി കൊടുത്തിട്ട് 7 സീറ്റ് ആണ്. അതെ, യാത്രക്ക് അത്രത്തോളം പ്രയോറിറ്റി കൊടുത്തിട്ട് സസ്പെൻഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റം ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷൻ പിന്നെ വി ആണല്ലോ. വി ആണ് ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ആണ്. 2013 വി ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള കറക്റ്റ് ഷോറൂം സർവീസ്. 1,50,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ ആരും കാണാത്ത, ഒരു വീഡിയോ പോലും ആരും ചെയ്യാത്ത ഒരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടും. കേൾപ്പവനാലിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? ബഡാ ബോസാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇവിടെ? ഇപ്പൊ ഏകദേശം ഒരു 10-30 വണ്ടിയോളം. 30 കൂടുതലുണ്ട്. വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കയറാനും നിലവിലുണ്ട്. പകുതിയിൽ വേറെ 7 സീറ്ററും ഉണ്ട്, അതുപോലെ തന്നെ പകുതിയോളം 5 സീറ്ററും ഉണ്ട്. എല്ലാ തരം വാഹനങ്ങളുണ്ട്. ഇനിയിപ്പോ റിച്ച് ടീമിന് പറ്റിയ ഓടി, ബെൻസ്, ലക്ഷറി വണ്ടികളുണ്ട്, സെഡാന്, എല്ലാ ഏത് കാറ്റഗറി വേണമെങ്കിലും സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളും ഉണ്ട് ഇവിടെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി തൊട്ട് പ്രീമിയം കാർ വരെയുള്ള എല്ലാ വാഹനങ്ങളും ചെയ്യാറുണ്ട്. നിങ്ങൾ എത്ര കൊല്ലം ഇവിടെ? ഇപ്പൊ ഏകദേശം ഒരു 34ാമത്തെ വർഷത്തിലാണ് ഇപ്പൊ നിലവിൽ സ്ഥാപനമായിട്ട് മലപ്പുറം ജില്ലയിൽ നമ്മളിപ്പോ തന്നെ. പക്ഷെ ആരും അറിയില്ല കേട്ടോ. ഒരുപാട് മുമ്പ് നമ്മള് ടൗണിലായിരുന്നു. ഇപ്പൊ നമ്മള് റീലൊക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 3 വർഷം. ഇത് എങ്ങനെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? നമ്മള് കറക്റ്റ് പറയുകയാണെങ്കിൽ കോട്ടക്കല് ഭാഗത്ത് നിന്ന് നമ്മള് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് കോട്ടക്കല് ഭാഗത്ത് പോകുമ്പോ രണ്ടിന് മിഡിലായിട്ടാണ് നമ്മുടെ ടൗൺ വരുന്നത്. മലപ്പുറം പുത്തനത്താണി എന്ന് പറയും. പുത്തനത്താണിയിലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. ഇതിന്റെ ഷോപ്പിന്റെ പേരെന്താണ്? PAC കാർ. നമുക്ക് അങ്ങനെ വായിക്കാൻ കിട്ടുന്നില്ല. അത് നമ്മൾ അന്ന് മുതൽ ഒരു 30 വർഷം മുമ്പ് അന്ന് നമ്മളൊരു പേര് ഇടുന്ന ടൈമിൽ പുത്തനത്താണി ഓട്ടോ കൺസൾട്ടന്റ് എന്നുള്ള ഒരു അഡ്രസ്സിലാണ് നമ്മൾ ഈ പേരിൽ അന്ന് വന്നിട്ടുള്ളത്. പിന്നെ അതേ പേരിൽ കണ്ടിന്യൂ ആയിട്ട് ഏകദേശം 1000-ലധികം കസ്റ്റമേഴ്സ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ല, ഞങ്ങളതൊക്കെ പഴയ കസ്റ്റമേഴ്സ്. നിങ്ങള് ബ്ലോഗർ അല്ലേ? യൂട്യൂബിൽ ഞാനൊക്കെ ഇവിടത്തെ വീഡിയോ ചെയ്യുന്ന ഒരു ബ്ലോഗറാണ്. ഓക്കെ. പിന്നെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികൾ ഇത് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇവിടെ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. എന്താ ചേലല്ലേ കാണാന്? ഇത് മോഡൽ എത്ര വരുന്നേ? ഇത് 2019 മോഡൽ വരുന്ന G4 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് കേരള വണ്ടിയാണ്? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള G4 ഓട്ടോമാറ്റിക് വാഹനം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഷോറൂമിൽ പോലും അവൈലബിൾ അല്ല. മാനുവൽ. ഓട്ടോമാറ്റിക് കുറച്ച് പ്രയാസമുണ്ട്. അതെ അതെ. ഇത് വണ്ടി എന്ത് പാട് ക്വാളിറ്റി ആണല്ലേ? വെൽ ക്വാളിറ്റി വണ്ടിയാ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെൽ ക്വാളിറ്റി. 80,000 ഓടിയിട്ടുള്ള 80,000 സംതിങ് കിലോമീറ്റർ ആണ് ഇതിനകത്ത് ഓടിയിട്ടുള്ളത്. ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, മേജർ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അങ്ങനത്തെ വണ്ടി ചെയ്യുന്നില്ല അല്ലേ? ഇല്ല, മാക്സിമം ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, മാക്സിമം നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഒരു വൈറ്റ് കളർ ഇന്നോവ ക്രിസ്റ്റ. ഇത് എങ്ങനെയാണ് മോഡല്? 2021 മോഡലിൽ വരുന്ന ഏറ്റവും ടോപ്പിന്റെ മോഡൽ Z ഓട്ടോമാറ്റിക് ആണ്. അതെ, ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ്. ഓക്കെ. ഈ വാഹനം വരുന്നത് എത്ര ഓടിയിട്ടുള്ള? 54,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. ഫാൻസി നമ്പർ. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ് കാര്യങ്ങൾ, ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. വണ്ടി ക്വാളിറ്റി ആണല്ലോ? വെൽ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ഇത് ഓണർഷിപ്പ് എത്രയാണ് പറഞ്ഞത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് വരുന്നത്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? അതെ. ക്രിസ്റ്റന്റെ പ്രത്യേകത അറിയാലോ. നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം ഷോറൂമിൽ ഇറക്കണം തോന്നി കഴിഞ്ഞാലും ഇപ്പൊ അവൈലബിൾ അല്ല. മാനുവൽ വാഹനങ്ങൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ഇപ്പൊ ഷോറൂമിൽ ഇല്ല. അതെ അതെ. ഓക്കെ ഓക്കെ. വീണ്ടും ഒരു ക്രിസ്റ്റ, അതും ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ. 2018 മോഡൽ വരുന്ന ബ്രോൺസ് കളറിൽ വരുന്ന G4 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. G4 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് കുറെ വണ്ടി ഉണ്ടല്ലോ ഇവിടെ? അതെ, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അത് മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഫീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഓട്ടം കാര്യമുള്ള ഓട്ടം എങ്ങനെയാണ്? ഇത് 96,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 96 ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ. കേരള വണ്ടി അല്ലേ ഇത്? കേരള വണ്ടി. അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ്, ഫാൻസി നമ്പർ, പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള
എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ. അതെ. വേറെ ഒന്നും എക്സ്ട്രാ ഫിറ്റ് കയറിനാ? എക്സ്ട്രാ ആയിട്ട് സീറ്റ് കവർ, ഫുഡ് സ്റ്റെപ്പ്, പിന്നെ ടയേഴ്സ് ഒക്കെ അത്യാവശ്യം പുത്തൻ ടയറല്ലേ? പുത്തൻ ടയറുകളാണ്. ഓക്കെ. 96,000 കിലോമീറ്റർ ആയിട്ടുള്ള കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാനാണ്. ഇവിടെ ഒരു ഇന്നോവ നോക്കാം അല്ലെ. ഇന്നോവ കുറെ പീസ് ഉണ്ട് ഇവിടെ. എത്ര പീസ് ഉണ്ട്? ഇന്നോവ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവില് 2-3 വാഹനങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയാണ് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള ഒരു വാഹനമാണല്ലോ ഇന്നോവ. അതെ. ഇതെങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2014 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ്, 1.5 ലക്ഷം കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ്, ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ വാഹനം റീസെന്റ് സർവീസ് കഴിഞ്ഞ കൂടിയാണ്. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഇവിടെ കേരള വണ്ടി മാത്രമേ ഉള്ളൂ? കേരള വണ്ടിയാണ് 90% കൂടുതൽ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതെ. അതർ സ്റ്റേറ്റ് അങ്ങനെ? അതർ സ്റ്റേറ്റ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ എടുക്കണമെന്നില്ല. അതെ, കേരള വണ്ടി ആവും നമുക്ക് ട്രസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക. എക്സ്ചേഞ്ച് കാര്യങ്ങൾ വരുന്ന വാഹനമാണ് കൂടുതലും ഞങ്ങള് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ പിടിക്കാറ്. ഓക്കെ ഓക്കെ. വീണ്ടും ഒരു വൈറ്റ് ക്രിസ്റ്റ. വൈറ്റ് ക്രിസ്റ്റ ഇവിടെ 2-3 പീസ് ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ്? 2016 മോഡല്, ഏറ്റവും ടോപ്പിന്റെ മോഡൽ, ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഫാൻസി നമ്പർ കാര്യങ്ങള്, അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഓക്കെ. എത്ര ഓട്ടോ ഉണ്ട് വണ്ടി? ഈ വാഹനം ഓടിയിട്ടുള്ളത് 85,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ്. ഒരു വീട്ടിൽ തന്നെ 2 ഓണർഷിപ്പ്. ഇത് ഏറ്റവും ടോപ്പ് അല്ല ഓപ്ഷൻ വരുന്നത്? അതെ അതെ അതെ. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ ഈ വാഹനം രണ്ടാമത്തെ ഓണർ ആയിട്ടുണ്ടെങ്കിലും ഒരു വീട്ടിൽ തന്നെ ഒരു അത്യാവശ്യം കാരണം രണ്ടാമത്തെ ഓണർഷിപ്പിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. സാഹചര്യങ്ങൾ കാരണം രണ്ടാമത്തെ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് അല്ല? അതെ അതെ. ഇവിടെ വീണ്ടും ഒരു ക്രിസ്റ്റ അല്ല. ഇത് ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ആക്കി വേണം വണ്ടി? അതെ, ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉള്ള 2016 മോഡൽ HR രജിസ്ട്രേഷനിലാണ്. ഓക്കെ. അതിപ്പോ ഇവിടേക്ക് നമ്പർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടുത്തെ സിംഗിൾ ഓണർ വാഹനമായിരുന്നു. ഇപ്പോ ഇവിടെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളും, ഫാൻസി ടൈൽ ലാമ്പ്, അതേപോലെ തന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വാഹനമാണ്. 1,60,000 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വെൽ ക്വാളിറ്റി തന്നെ പറയാൻ വേണ്ടി. അതെ അതെ. ഈ പല രീതിയിലുള്ള ക്വാളിറ്റി വാഹനങ്ങളാണ് അവിടുന്ന് റീ രജിസ്ട്രേഷനിൽ വരുന്നത്. ഇത് ഓട്ടോ ഒക്കെ എങ്ങനെയാണ്? ഈ 1,73,000 സംതിങ് കിലോമീറ്റർ ആണ് ഇത് റൺ ചെയ്തിട്ടുള്ളത്. ജെന്യൂൻ ഓട്ടോ ആയിരിക്കും? അത് ഹിസ്റ്ററി കാര്യങ്ങൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. ഒരു ഫോർച്യൂണർ ആണ്. ഇത് എങ്ങനെയാ മോഡൽ തന്നെ? ഇത് 2015 മോഡൽ വരുന്ന വാഹനമാണ്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് 1,75,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഓണർഷിപ്പ് വാഹനമാണ്. കേരള വണ്ടി അല്ലേ? അതെ, കേരള വണ്ടി. ഓക്കെ. ഈ വാഹനം ഷോറൂമിൽ തന്നെയാണ് സർവീസും കാര്യങ്ങളൊക്കെ. പുറത്തുനിന്നൊന്നും കാര്യങ്ങളൊക്കെ അതെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ. ഓക്കെ. ഇന്ത്യയുടെ ഭാഗത്തുള്ള നല്ല അടിച്ചപൊളിയാണ്. എല്ലാം ക്വാളിറ്റിയാണ്. എക്സ്ട്രാ ഫിറ്റ് ഒന്നും കേറിനാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. സ്റ്റീരിയോ ചേഞ്ച് ആണ് ആൻഡ്രോയിഡ്. ഓക്കെ. 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി? അതെ അതെ. ഇതെങ്ങനെയാണ്? 2017 മോഡലിൽ വരുന്ന G4 ഓട്ടോമാറ്റിക് അല്ല? അതെ. ഓക്കെ, പറഞ്ഞോളൂ. വെൽ ക്വാളിറ്റി, രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. അത്യാവശ്യം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറിക്കണം? അതെ, ഫുഡ് സ്റ്റെപ്പ്, സീറ്റ് കവർ, സ്റ്റീരിയോ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് കേരള വണ്ടി അല്ലേ? അതെ, കേരള വണ്ടി തന്നെ. ഓക്കെ. വണ്ടി എന്തുപാട് ക്വാളിറ്റി ഒക്കെ? വെൽ ക്വാളിറ്റി തന്നെ പറയാൻ പറ്റും. സർവീസ് ഒക്കെ ഷോറൂമിൽ നിന്നുള്ളതാണ്. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഒരു മാരുതിന്റെ എർട്ടിഗ നോക്കാം. ഇതെങ്ങനെയാണ്? എർട്ടിഗ 2022 മോഡൽ, 33,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഓക്കെ. ഈ വാഹനം അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള VXI എക്സ്ട്രാ ഫിറ്റ് വന്നിട്ടുണ്ട് ഇതിൽ. അതെ. എന്തൊക്കെയാ ചെയ്തിരിക്കണേ? ഡോർ ബീഡിങ്സ്, അതേപോലെ തന്നെ സീറ്റ് കവർ, ചെറിയ ചെറിയ ഫിറ്റിംഗ്സ് കയറിക്കണം. അതെ. ഇത് ഓപ്ഷൻ തന്നെ ഏതാ? VXI വേരിയന്റ് ആണ്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ ആണ് വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. സിംഗിൾ ഓണറാണ്? അതെ. ഓക്കെ. ആകെ എത്ര ഓടിയിട്ടുള്ളത്? 40,000 സംതിങ്, 33,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇവിടെ മാരുതിന്റെ എർട്ടിഗ ആണ്. ഇത് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് വാഹനമാണ്. 2020 മോഡലിൽ വരുന്ന 26,000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. 26 ഓടിയിട്ടുള്ളൂ? അതെ, 26,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ്?
ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ആ സെമി ഹൈബ്രിഡ് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഹൈബ്രിഡ് വണ്ടി അല്ലേ? അതെ അതെ. പെട്രോൾ ഹൈബ്രിഡ്. ഓപ്ഷൻ ZXi. ഓക്കെ 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 ഓക്കെ. വണ്ടി എന്തുപാട്? വണ്ടി വെൽ ക്വാളിറ്റി എന്ന് തന്നെ പറയാ. ഇവിടെ ഹുണ്ടായിന്റെ വെന്യൂ അല്ലെ, രണ്ട് കളറിൽ വരുന്ന ഒരു വണ്ടിയാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അതെ. ഇത് കമ്പനി വന്നത് തന്നെ അല്ലേ? ഏറ്റവും ടോപ്പിന്റെ SX ഓപ്ഷനിൽ വരുന്ന 2021 മോഡൽ ഡീസൽ വേരിയന്റ് ആണ് കേട്ടോ. ഡീസലാണ്. അതെ, കൂടുതലും പെട്രോൾ ആണ് വാഹനങ്ങൾ ഉള്ളത്. ഇത് ഡീസൽ ആണ് ഏറ്റവും ടോപ്പിന്റെ മോഡൽ. അത്യാവശ്യം കൂടുതൽ മൈലേജ് കിട്ടുമല്ലോ. അതെ, അത്യാവശ്യം കൂടുതൽ മൈലേജ് 20ന്റെ പുറം മൈലേജ് നല്ല വൃത്തിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാഹനമാണ്. ഫാൻസി നമ്പർ കാര്യങ്ങള്, പിന്നെ ഫുൾ ആയിട്ട് കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ കമ്പനി സർവീസിൽ വണ്ടി അല്ലേ? അതെ അതെ. എത്ര ഓട്ടം പറയാ? 70,000 സംതിങ്, 72,000 ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓപ്ഷൻ SX ആണ്. SX ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ് കാര്യങ്ങള് എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനം. ഇതൊരു ഇന്നോവ കാർ നോക്കാം അല്ലെ? ഇത് എങ്ങനെയാണ്? ഈ വാഹനം വരുന്നത് 2016 മോഡൽ MH രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടില്ല. ഇല്ല, നമ്പർ ആളുടെ കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 75% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് G4 ആണ്. അതെ, ഒരു ഇനോവനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു മോഡലാണ്. ഇതിപ്പോ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്പർ ആക്കിയിട്ടല്ലേ കൊടുക്കാം? അതെ, നമ്പർ ആക്കിയിട്ടാണ്. ഈ അതർ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു സംശയമുള്ള കാര്യങ്ങളാണ് അതിന്റെ NOC കിട്ടുമോ കാര്യങ്ങള്. അങ്ങനെയുള്ള ചെറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അത് പരിഹരിച്ചിട്ടുള്ള വാഹനങ്ങളാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. ഒന്നാമത് ഞങ്ങൾക്ക് കൂടുതലും എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനങ്ങളാണല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള ഹിസ്റ്ററിയുള്ള വാഹനങ്ങളാണ്. എക്സ്ചേഞ്ചിൽ മാത്രമേ എടുക്കുള്ളൂ അല്ലെ? എക്സ്ചേഞ്ചിലാണ് കൂടുതലും വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ടൊയോട്ടന്റെ ഹൈക്രോസ് ആണ് ഇത്. എങ്ങനെയാണ് മോഡല്? ഇത് ഏറ്റവും ടോപ്പിന്റെ മോഡലിൽ വരുന്ന 2024 മോഡൽ വാഹനമാണ്. 40,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 2 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള. അതെ അതെ. എന്തൊക്കെ ചെയ്തിരിക്കണേ എക്സ്ട്രാ? അതിനകത്ത് വയർലെസ് ചാർജിങ്, സൗണ്ട് ഡാമ്പിങ്, പിന്നെ ക്രാഷ് കാർഡ്, പിന്നെ അതേപോലെ തന്നെ ഫാൻസി നമ്പർ, ഡാഷ് ക്യാമറ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം രൂപന്റെ മേലെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനം. ഈ വാഹനം നിലവിൽ വാറന്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് ഹൈബ്രിഡ് ആണ്? അതെ, ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡിന്റെ പ്രത്യേകത അറിയാലോ. ഏകദേശം നല്ല രീതിക്ക് വൃത്തിയിൽ ഓടിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 കിലോമീറ്റർ മേലെ മൈലേജ് തരുന്നുണ്ട്. 20 മേലെ മൈലേജ് ഒക്കെ. ബെസ്റ്റ് യാത്രാ കംഫർട്ടും കംഫർട്ടബിൾ ആണ്. അതെ അതെ. ഇന്നോവ കാർ കാണിച്ചു കൊടുക്കല്ലേ? അതെ. ഇന്നോവ വരുന്നത് 2013 മോഡലാണ്. 1 ലക്ഷം, 1.5 ലക്ഷം കേരള വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ്. ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട്. ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഫാൻസി നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ 4 പുത്തൻ ടയേഴ്സ് ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സസ്പെൻഷൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. ടീനിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രൂപ ചെലവാക്കിയിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി, അതെ, കസ്റ്റം ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സ് ആണ്. ബക്കറ്റ് സീറ്റ് ആണ്. അതെ, യാത്രക്ക് അത്രയും പ്രയോറിറ്റി കൊടുത്തിട്ട് 7 സീറ്റും ആണ്. അതെ, യാത്രക്ക് അത്രത്തോളം പ്രയോറിറ്റി കൊടുത്തിട്ട് സസ്പെൻഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റം ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷൻ പിന്നെ V ആണല്ലോ. V ആണ് ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് ആണ്. 2013 V ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള കറക്റ്റ് ഷോറൂം സർവീസ്. 1.5 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. നല്ലൊരു അടിച്ചാപൊളി ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എങ്ങനെയാണ് ഈ വാഹനം വരുന്നത്? 2007 മോഡല് S ക്ലാസ് ആണ്. S ക്ലാസ് V6 എഞ്ചിൻ. എന്തൊക്കെ ചെയ്തിക്കണല്ലോ ഇത്. അതെ, മേബാക്കിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. ബെൻസിന്റെ ഒരു ലക്ഷറി എഡിഷൻ ആണ് മേബാക്ക്. ഇത് വണ്ടി റീവണ്ടിയാണോ അല്ല കേരള വണ്ടിയാ? കേരള വണ്ടിയല്ല, ഇത് ഓൾറെഡി റീ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കേരള 52 റീ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാഹനമാണ്. ടാക്സും കാര്യങ്ങളെല്ലാം പെയ്ഡ് ആയിട്ടുണ്ട്. ഈ വാഹനം പറയുകയാണെന്നുണ്ടെങ്കിൽ മേബാക്കിലോട്ട് അത്യാവശ്യം കോസ്റ്റ്ലി ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് വിത്ത് മേബാക്ക് കൺവേർഷൻ ആണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണല്ലേ? അതെ. ഇതൊക്കെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാവും? വലുതായിട്ടുണ്ടാവോ? ബഡ്ജറ്റ് ഏകദേശം 20 ലാഖിന്റെ ലെവലിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഒരു കച്ചവടമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം.
ബെൻസ് ഇ ക്ലാസ് അല്ലേ? അതെ. ഇതെങ്ങനെ? ഈ വാഹനം വരുന്നത് 2013 മോഡലിൽ 14 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 65,000 കിലോമീറ്റർ ആണ്. HR രജിസ്ട്രേഷനിലാണ് ഈ വാഹനം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിന്റെ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ വാഹനം വരുന്നത് 65,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിക്കുന്നത്. അതെ. ഈ വാഹനം പിന്നെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം അവൈലബിൾ ആണ്. കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. ബഡ്ജറ്റ് ഒക്കെ കുറെ ഉണ്ടാവോ ഇതിന്? ഇല്ല, ബഡ്ജറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അത് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് കൂടി കഴിഞ്ഞാൽ വിൽക്കാൻ പറ്റില്ലല്ലോ. നോർമൽ വെൽ ക്വാളിറ്റി, പല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ വരാറുണ്ട്. ഇത് വണ്ടി എക്സ്ട്രാ ക്വാളിറ്റി അല്ല? എക്സ്ട്രാ ക്വാളിറ്റി ആണ്. അത് A to Z ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ. അതെ അതെ, PDF ആയിട്ട് കയ്യിൽ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ടൊയോറ്റന്റെ ഗ്ലാൻസ, ഇതെങ്ങനെയാണ്? ഈ വാഹനം വരുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വരുന്ന 2024 മോഡൽ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനം. 10,000 കിലോമീറ്റർ ഓടിയ വാഹനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വാറണ്ടി കാര്യങ്ങളൊക്കെ നിലവിൽ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ വാഹനത്തിന് സീറ്റ് കവർ കാര്യങ്ങള്, പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ആയതുകൊണ്ട് ഹെഡ് ഡിസ്പ്ലേ കാര്യങ്ങള് എല്ലാം കമ്പനി തന്നെ ഉള്ളതാ. എല്ലാ കമ്പനി വരുന്നതാണ്. അതെ അതെ അതെ. പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ക്രെറ്റയാണ്, ഡീസലാണ്. എങ്ങനെയാണ് മോഡല്? ഈ വാഹനം വരുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ SX ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. 2021 മോഡല്, എല്ലാം ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ഓട്ടോ ഉണ്ട് വണ്ടി? 70,000 സംതിങ് കിലോമീറ്റർ. 66,000, 70,000 ആയിട്ടില്ല, 66,000 സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസ്. കിയാന്റെ സോനറ്റ്, ഇതെങ്ങനെയാണ്? ഇത് 2021 മോഡൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വരുന്ന GT ലൈൻ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക്. ഫീച്ചേഴ്സ് ഒന്ന് പറയോ? സൺറൂഫ് കാര്യങ്ങൾ, പിന്നെ വേറെ എന്തൊക്കെ? സൺറൂഫ് ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, അതേപോലെ എയർ ബാഗ്സിന്റെ എണ്ണം കൂടുതലുണ്ട്. പിന്നെ അതേപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങള് എല്ലാം ഉള്ളൊരു വാഹനമാണ്. എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനം. അതെ, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓട്ടോ എങ്ങനെയാണ്? ഓട്ടോ 70,000 കറക്റ്റ് ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. പിന്നെ ടയേഴ്സ് ഒക്കെ ന്യൂ ടയേഴ്സ് ആണ്. ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് ആണ്. റേഞ്ച് റോവർ അല്ലേ? അതെ. ഇതെങ്ങനെയാണ്? ഈ വാഹനം വരുന്നത് 2018 മോഡൽ SC ഡൈനമിക് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റിൽ വരുന്ന വാഹനമാണ്. വെൽ ക്വാളിറ്റി, വെൽ മെയിൻറ്റൈൻഡ്, ഫുള്ളി ഷോറൂം സർവീസിൽ വരുന്ന വാഹനമാണ്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് വാഹനം വരുന്നത്. എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ വണ്ടിയിൽ? എല്ലാ സെറ്റപ്പും. ഒരു റേഞ്ച് റോവറിന്റെ ഒരു പുലിക്കുട്ടി എന്ന് തന്നെ പറയാ. പുലിക്കുട്ടി എന്ന് പറയാ, പുലിമുരുകൻ. അതെ. ക്രെറ്റ. അതെ. ഇത് എങ്ങനെയാണ്? ഇത് 2015 മോഡല് 16 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഡീസലാണ്? ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ, SX എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റിൽ വരുന്നതാണ്. ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കി. അതെ. പിന്നെ ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ, ആൻഡ്രോയിഡ്. ഇത് സൺറൂഫ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് അല്ല, മിഡിൽ ഓപ്ഷൻ അല്ല? മിഡിൽ അല്ല, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഓട്ടോമാറ്റിക്കലി സൺറൂഫ് ന്യൂ ഷേപ്പിലേ വരുള്ളൂ. 2015 മുതൽ 18 വരെയുള്ള വേരിയന്റ്. എത്രയാണ് CC? 1.6 ആണ് വരുന്നത്. അതെ. ഇന്റീരിയർ ഭാഗത്ത് എങ്ങനെയാണ്? ഇന്റീരിയർ ക്വാളിറ്റി, സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വാഹനത്തിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചെയ്തതാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി. ഒരു വിറ്റാര ബ്രസ, ഇതെങ്ങനെയാണ്? ഇത് 2017 മോഡൽ ZDI എന്ന് പറഞ്ഞ വേരിയന്റ്. ഡീസൽ വണ്ടി അല്ല? അതെ, ഡീസൽ ആണ്. അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ് കാര്യങ്ങള്, സീറ്റ് കവർ കാര്യങ്ങള്, പിന്നെ 4 ടയേഴ്സ് പുത്തനാണ്. 4 ടയർ കടുമുത്തനാണ്. അതെ. ഒരു കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണല്ലോ. 95,000 കിലോമീറ്റർ വിത്ത് ഷോറൂം സർവീസിലുള്ള ഒരു വാഹനമാണ്. വണ്ടി ഉഷാർ എന്ന് തന്നെ പറയാം. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, പിന്നെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയി ചെയ്തിരിക്കണം. സീറ്റ് കവർ കാര്യങ്ങള്, സീറ്റ് കവർ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടോ? ഇല്ലല്ലേ, ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. ZDI അല്ലേ ഓപ്ഷൻ? പ്ലസിലാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. അത് മാത്രമേ കാര്യമായിട്ടുള്ള മാറ്റേ ഉള്ളൂ. സ്വിഫ്റ്റ് കാർ നോക്കാം അല്ലേ? അതെ. ഇതെങ്ങനെയാണ്? ഇത് 2022 മോഡൽ VXI എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഇത് മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്. അതെ, ഓട്ടോമാറ്റിക്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു മോഡലാണ്. ഓപ്ഷൻ VXI 2022 മോഡല്. ഓട്ടോ എത്ര പറഞ്ഞു? 40,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ക്വാളിറ്റി ആണല്ലോ, വെൽ ക്വാളിറ്റി തന്നെ പറയാം. അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിക്കണോ? ഇല്ലല്ല, അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഗ്ലാൻസ എന്താ കളർ അല്ലേ?
ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2019 മോഡൽ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് വി എന്ന് പറഞ്ഞ വേരിയന്റിൽ വരുന്നതാണ്. വി ഓപ്ഷൻ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അതെ, പെട്രോൾ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങള്. എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചേഴ്സ് ബട്ടൺ സ്റ്റാർട്ട്, അതേപോലെ ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, എല്ലാ സെറ്റപ്പ് ഉണ്ടല്ലോ. അതെ അതെ അതെ, 4 ഭാഗങ്ങളും സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ എത്രയാണ് ഇത്? ഓട്ടോ 26,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിക്കുന്നത്. 26 ഓടിയിട്ടുള്ളൂ. അതെ അതെ, CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ് ഇപ്പൊ വരുന്ന. ഇപ്പൊ ലാൻസയിൽ വരുന്നത് AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് CVT ആണല്ലോ. അതെ, CVT ഒന്നും കൂടെ പെർഫെക്റ്റ് ആണ്, ബെറ്റർ ആണ്. ഈ ബലൂൺ നോക്കല്ലേ, ഇത് ഡീസൽ പെട്രോൾ വണ്ടി? ഇത് പെട്രോൾ ആണ്. 2018 മോഡൽ വരുന്ന അൽഫ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 40,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അതെ. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറിൽ വരുന്ന വാഹനം. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി ആണ്. വണ്ടി ക്വാളിറ്റി വണ്ടിയാ. എല്ലാ ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല അടിച്ചപൊളിയാണ്. ഇവിടെ ഒരു എർട്ടിക നോക്കല്ല, ഇതെങ്ങനെയാണ്? ഈ വാഹനം വരുന്നത് 2015 മോഡൽ VDI എന്ന വേരിയന്റിൽ വരുന്ന വാഹനമാണ്. 4 പുത്തൻ ടയർ, അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉള്ള കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള ഒരു വാഹനമാണ്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഷോറൂമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾസ്. അതെ അതെ അതെ, ഒരു 7 സീറ്റർ ഉപയോഗിക്കാരന് കുറഞ്ഞ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുമല്ലോ. അതെ അതെ, എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. അതെ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, നല്ല ക്വാളിറ്റി സീറ്റ് കവർ. ഒരു ഉപയോഗക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ പൈസയും കാര്യങ്ങളൊന്നും ചെലവാക്കണ്ട. ഇത് എത്ര ഓടിയിട്ടുള്ളത് വണ്ടി? 1,30,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിന് കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള ഷോറൂം സർവീസും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഡീസൽ ഓപ്ഷൻ വരുന്ന VDI അല്ലേ? അതെ. ഇവിടെ ഒരു മഹീന്ദ്രന്റെ താർ കാണിച്ചു കൊടുക്കല്ലേ? എന്ന് പറയുമ്പോ അതെ, CRD 4x4 വാഹനമാണ്. അതെ. എങ്ങനെയാണ് മോഡലൊക്കെ? ഇത് കസ്റ്റം ചെയ്തിട്ടുള്ള അലോയ് വീല്, അതേപോലെ തന്നെ അതെ, പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് സീറ്റ് കവർ കാര്യങ്ങള്. 80,000 സംതിങ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. വെൽ ക്വാളിറ്റി, വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് ഈ വാഹനം. ഫിറ്റ് ആണ്. അതെ, ഫിറ്റ് ആണ്. ഒരു ഓഫ് റോഡ് പ്രേമികൾക്കൊക്കെ ഏറ്റവും ഒരു ഇഷ്ട വാഹനമാണല്ലോ. ഓഫ് റോഡ് വണ്ടിയാണ്. അതെ അതെ, ഓഫ് റോഡ് 4x4 വേരിയന്റിൽ വരുന്ന വാഹനം. ഇവിടെ ഒരു 2 കളറിൽ വരുന്നത് ഇറ്റോസ് ലിവ് ആണ്. ഇതെങ്ങനെയാണ് കാര്യങ്ങള്? ഈ വാഹനം വരുന്നത് 2017 മോഡലാണ്. VD ഡ്യുവൽ ടോണിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് കേട്ടോ. ഒറിജിനൽ VD ലിമിറ്റഡ് അല്ല, കേരള വണ്ടിയാണ്. 2017 മോഡലാണ് വരുന്നത്. 1,00,000 മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ക്വാളിറ്റി വാഹനമാണ്. വണ്ടി അതെ, വണ്ടിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വണ്ടിന്റെ ഇന്റീരിയർ ഒക്കെ ഉപയോഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. 1,00,000 കൂടുതൽ ഓടിയിട്ടുണ്ട്. പക്ഷെ ആ വാഹനത്തിന്റെ എഞ്ചിൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. നിസാന്റെ മൈക്ര അല്ല, ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2017 മോഡലാണ്. XL എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. അതെ. ഈ വാഹനത്തിന് ഫാൻസി നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ് തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മള് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓടിയിട്ടുള്ളത് 70,000 സംതിങ് കിലോമീറ്റർ ആണ്. ഒരു ക്യൂട്ട് വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ 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 അതെ. ഇവിടെ ഹോണ്ടന്റെ ജാസ് ആണ്, മൈലേജിന്റെ രാജാവാണ്. ഇത് എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2018 മോഡൽ V എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. ഡീസലാണ്. 4 ന്യൂ ടയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ വാഹനം കൂടുതൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. അതിന് പുറമെ നമ്മള് സീറ്റ് കവർ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ളത് ചെയ്തിട്ടുണ്ട്. പോളോ നോക്കല്ലേ? അതെ, ഇത് ഡീസൽ വണ്ടിയാ? ഡീസൽ വാഹനമാണ്. ഐലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റിൽ വരുന്ന ഡീസൽ വാഹനമാണ്. 2014 മോഡല്, ഫാൻസി നമ്പർ കാര്യങ്ങള്. പിന്നെ ഈ വാഹനത്തിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യമായിട്ടൊന്നും ഹൈലൈൻ ആവുമ്പോൾ പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എത്ര ഓട്ടം പറഞ്ഞോ? 1,00,000 മീതെ ഓടിയിട്ടുണ്ട്. അതെ. റയർ പീസ് വെച്ചപ്പെടാം. ഈ വോക്സ് വാഗന്റെ പസാറ്റ്.
ഓക്കെ. ഈ ഇതെങ്ങനെ വാഹനം പറയാന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറിയിൽ അതെ വരുന്ന പ്രീമിയം വണ്ടി പോലെ തന്നെ ഉള്ളത്. അതെ ആ ഈ വാഹനത്തിന് ഓട്ടോ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. സൺറൂഫ് ഒക്കെ ഉണ്ടല്ലോ. സൺറൂഫ് കാര്യങ്ങൾ പ്രീമിയം കാറ്റഗറി തന്നെ പറയാം. പ്രീമിയം വാഹനമാണ്. ഇത് മോഡൽ എത്ര? മോഡൽ 2011 ആ 11 മോഡലാണ്. ആരും കണ്ടാ പറയില്ല. ഓക്കെ. ഡീസലാ വണ്ടി? ആ ഡീസലാണ്. എങ്ങനെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ? അത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഫാൻസി നമ്പർ KL 64 ആണ് ഈ വാഹനത്തിന്റെ നമ്പർ. അതേപോലെ തന്നെ അന്ന് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോ പാർക്കിംഗ് വരെ ഉള്ള വാഹനമാണ്. ഇത് ഡീസൽ വണ്ടി അല്ലേ? ആ ഡീസലാണ്. ഓക്കെ. ഒരു വാഗണർ, ഇതെങ്ങനെയാണ് കാര്യങ്ങള്? ഈ വാഹനം വരുന്നത് 2019 മോഡൽ വരുന്ന VXI പറഞ്ഞ വേരിയന്റ് വരുന്ന വാഹനമാണ്. 80,000 സംതിങ് കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പും ആണ്. അത്യാവശ്യം വേണ്ട ഫിറ്റിംഗ്സ് കാര്യങ്ങള് 4 ആവറേജ് ടയേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനമാണ്. ഡിസൈർ നോക്കല്ല. അതെ. ഇത് ഡീസലാ വണ്ടി? ഡീസലാണ്. 2012 മോഡൽ VDI എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന വാഹനം. ചെറിയ ബഡ്ജറ്റിന്റെ ഒരു വണ്ടി അല്ലേ? അതെ. ഓക്കെ. 2012 VDI. അതെ. ഈ വാഹനം ഓടിയിട്ടുള്ളത് 1,56,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് ഈ വാഹനത്തിന്. വണ്ടി ക്വാളിറ്റി ഉണ്ടോ? ആ വണ്ടി ക്വാളിറ്റി ഉള്ള വാഹനം തന്നെ പറയാം. പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന